പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ജനങ്ങളെ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതിനാൽ പാവപ്പെട്ട ജനങ്ങൾ വഞ്ചിതരാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ദൈവം കണ്ടിട്ടുള്ള, ദൈവത്തിൻ്റെ കൃപ ഏറ്റെടുക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളവർക്ക് വേണ്ടി അതൊന്ന് ഗ്രഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് ഇവിടെ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഇന്ന് പൊതുവെ പെന്തക്കോസ്തുകാരുടെയും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് കർത്താവിൻ്റെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും രണ്ടും രണ്ടാകുന്നു എന്നാണ് അവരുടെ പഠിപ്പിക്കൽ. അത് വാസ്തവത്തിൽ ശരിയാണോ എന്ന് തിരുവചനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്തുവിൻ്റെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും രണ്ടും രണ്ടാകുന്നുവോ? അതിനെക്കുറിച്ച് ഒരു ചെറു വിവരണം തരുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് എൻ്റെ മാന്യ സ്നേഹിതർക്ക് വളരെ പ്രയോജനം ചെയ്യും. ദയവായിട്ട് നിങ്ങൾ ഈ ലൈവിൽ ശ്രദ്ധിക്കുക, ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റ് ദൈവവചന സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുക. ഗ്രൂപ്പ് JCNDST എന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കടന്നു വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഞാൻ ആദ്യമായി ഒരു വാക്യം വായിക്കട്ടെ. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വിശുദ്ധ ബൈബിളിൽ 2 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ആ വാക്യം ദയവായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനും ദൈവം ഇല്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമായത്. ഇവിടെ എന്തൊക്കെ നമ്മൾ അറിയണം? ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്നും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർ ആരാണെന്നും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിരു കടന്നു പോയിട്ടുള്ള അവരാരാണെന്നും ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്ക് പിതാവും പുത്രനും ഉണ്ടെന്നും അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുത്ത് പറയുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് പറയേണ്ടതായിരുന്നു. ഇവിടുത്തെ ചിലരുടെ വാദം അനുസരിച്ച് ഈ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്ക് പിതാവും പുത്രനും ഉണ്ട് എന്നും ഈ ഉപദേശം കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ഉൾപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ഈ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളരുത്. അവനെ കൈക്കൊണ്ടാൽ അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് നിങ്ങൾ കൂട്ടാളിയാവും. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. ഇത് ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. ഇത് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി സാത്താനിക പ്രേരണയാൽ അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങൾ കണ്ടറിയണം. ക്രിസ്തുവിൻ്റെ ഉപദേശം, ഈ ഉപദേശം നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് ലഭിച്ചത്? ക്രിസ്തു, അതായത് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ ആർക്കെങ്കിലും, ഇവിടുത്തെ സഭാ നേതാക്കന്മാരോ, ഞാൻ ഒരു കാലത്ത് വേദപണ്ഡിതന്മാരെന്ന് ഉപയോഗിച്ചു. ഇനി കഴിവതും അങ്ങനെ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ വന്നു പോയേക്കാം. പക്ഷേ വേദപണ്ഡിതന്മാരെന്ന് പറയുന്ന ആരുമില്ല. വേദപഠിതാക്കളുണ്ട്. അവർ പഠിച്ചിരിക്കുന്ന പല ആശയങ്ങളുണ്ട്. അതിന് ചില ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളവരുമുണ്ട്. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് ആ വ്യക്തി വേദപണ്ഡിതൻ എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവവചനത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരുന്നു അപ്പോസ്തലന്മാർ.
അവരെ വേദപണ്ഡിതന്മാരും നല്ല സഹോദരന്മാരും തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം നിങ്ങൾക്ക് ലഭിച്ചതെങ്ങനെയാണ് ഒന്ന് പറയാമോ? എൻ്റെ മാന്യ സ്നേഹിത, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം എങ്ങനെ ലഭിച്ചു? നിങ്ങൾ പറയുന്ന പല മറുപടിയുണ്ട്. ഈ ബൈബിളിലൂടെ. ഈ ബൈബിൾ ആരെഴുതി? വിശുദ്ധ അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാര് കേട്ടിട്ട് നമുക്ക് അറിയിച്ചു തന്നതാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ രുചിച്ചത്, ഞങ്ങൾ അറിഞ്ഞത്, അത് നിങ്ങൾ കേൾപ്പിച്ചു തരികയാണ്. ക്രിസ്തുവിൽ നിന്ന് ഉപദേശം, കൽപ്പനകൾ കേട്ടിട്ട് നമ്മളോട് ഇതിങ്ങനെ ചെയ്യൂ എന്ന് പഠിപ്പിച്ചത് അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാരിലൂടെ അല്ലാതെ ഇവിടെ ഒരു വേദപഠിതാവിനും വിശുദ്ധ ദൈവവചനം കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ നിഷേധിക്കുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോസ്തലന്മാരിലൂടെയാണ് പുതിയ നിയമസഭയുടെ ക്രിസ്തീയ സന്ദേശങ്ങൾ, ക്രിസ്തുവിൻ്റെ ഉപദേശം നിങ്ങൾക്ക് ലഭിച്ചത്. അല്ലാതെ ആർക്കെങ്കിലും, ചിലർക്കൊക്കെ സ്വപ്നം, ദർശനം ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഞാനതിൽ സത്യമായുള്ളത് നിഷേധിക്കുന്നില്ല. പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ചില പരിപാടികളെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. ഈ ഉപദേശം വെച്ച് പണം ഉണ്ടാക്കുക, അതിനോട് മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ദൈവം ഒരു പ്രത്യേക, ഈ ലോകത്ത് അവൻ ജീവിക്കുമ്പോൾ ചില പോരാട്ടങ്ങളിലൂടെ അവൻ കടന്നു പോകണം, ചിലതൊക്കെ മുന്നറിയിപ്പ് ദൈവം കൊടുക്കുന്നു, അതിനെയൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നവരല്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, ആ ഉപദേശത്തിൽ നിലനിൽക്കുക. എൻ്റെ വിഷയം അതാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എങ്ങനെ കേൾക്കാൻ കഴിയും, എങ്ങനെയാണ് അതിൽ നിലനിൽക്കുന്നത്? ഇതാണ് എൻ്റെ പ്രധാന വിഷയം. നിങ്ങൾ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നാമതായിട്ട് പുതിയ നിയമസഭയുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ എഫേസ്യർ 2:20 ആ 20 പറയുന്ന പ്രകാരം പോവുക എന്നുള്ളതാണ്. അതിങ്ങനെയാണ്: ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. അപ്പോൾ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശം അപ്പോസ്തലന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്. അതിൻ്റെ മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവാണ്. സംശയമില്ലല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനടിയിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന എങ്ങനെ ലഭിച്ചു, അതെങ്ങനെ അനുസരിപ്പാൻ കഴിയും? യോഹന്നാൻ 17:20 വായിക്കുമ്പോൾ കർത്താവായ യേശു തന്നെ പറയുക, എന്നോടും നിങ്ങളോടും. യേശുക്രിസ്തു പറഞ്ഞ വാക്കിങ്ങനെയാ: ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ യേശു വ്യക്തമാക്കുക, ഇവരുടെ വചനത്താൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോസ്തലന്മാരുടെ വചനത്തിലൂടെ വേണം ക്രിസ്തുവിൻ്റെ ഉപദേശം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യാൻ. സംശയമില്ലല്ലോ. അതല്ലാതെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് അറിയിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം വേറെ മാർഗത്തിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ അല്ലാതെ, അപ്പോസ്തലന്മാരുടെ അല്ലാതെ ലഭിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒത്തിരി വ്യാജ കഥകളൊക്കെ ഉണ്ടാകും കേട്ടോ. പലരും ഇങ്ങനെ ഇരുന്നപ്പോൾ കർത്താവിനോട് പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ ഉപദേശം തെറ്റാണ്, ആ ഉപദേശമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി ഇതാ. അപ്പോസ്തലന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, ചിലപ്പോൾ ഞങ്ങൾ തെറ്റിപ്പോകാം, ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ഒരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് ഞങ്ങൾ ഇപ്പോൾ അറിയിച്ച ഈ സുവിശേഷത്തിന്
വിപരീതമായിട്ട് ഞങ്ങൾ ഇനി രണ്ടാമത് വന്ന് തിരുത്തി പറയുകയോ സ്വർഗത്തിലെ ദൂതന്മാർ നിങ്ങളോട് വന്ന് പറയുകയോ ചെയ്താൽ ബൈബിൾ പറയുന്നു ആ ദൂതൻ പോലും ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ ഉപദേശം നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ യേശു പറഞ്ഞ അതാണ്, ഇവരുടെ വചനത്താൽ ഇവരുടെ വാക്കുകളാൽ നിങ്ങൾ എന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി അപ്പോസ്തലന്മാർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ 2:17 ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. മനസ്സിലായോ? വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹിതാർത്ഥം? ബൈബിളിൽ പ്രവാചകന്മാർ ദൈവം ഏകനെന്ന് പഠിപ്പിച്ചാൽ ഞങ്ങളും അത് തന്നെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടതുവശത്ത് ഒരു ത്രീങ്കട കൂട്ടിച്ചേർത്ത് ത്രിയേകനെന്ന് പഠിപ്പിക്കുന്ന വ്യക്തികളല്ല ഞങ്ങൾ എന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയുള്ളവരാ? നമുക്ക് ചോദിക്കാമല്ലോ. അവർ പറയുക നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയാൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന് പറയുന്നത്. പുതിയ നിയമസഭ കേൾക്കേണ്ടത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അത് അപ്പോസ്തലന്മാര് തങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഉപദേശമാണോ? അങ്ങനെയാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്, ചിലരത് വിശ്വസിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ല. അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് കേട്ടതാ, ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്നാണ് അവർ പറയുന്നത്. കർത്താവിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉപദേശമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:2 ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്നത്തെ ജനത്തോട് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നോ പോക്കറ്റിൽ നിന്നോ ഞങ്ങൾ എഴുതി പിടിപ്പിച്ചതോ പരിപാടിയൊന്നും അല്ലത്. ഞങ്ങൾ കർത്താവിൻ്റെ ആജ്ഞപ്രകാരമായി കാര്യങ്ങൾ ചെയ്യുന്നത്. കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന വാക്ക് കേൾക്കണം. ഞങ്ങൾ പറയാത്ത ഒരുവൻ കർത്താവിൽ നിന്നല്ല കേൾക്കുന്നത്, അവരതിര് കടന്നു പോകുന്നവരാ. ഞാനത് വിശദീകരിക്കാം. 2 പത്രോസ് 1:16 ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. കേട്ടോ, എത്ര വ്യക്തമാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. ഞങ്ങൾ ഒരു കെട്ടുകഥകളോ കിഴവിക്കഥകളോ ഒന്നുമല്ല നിങ്ങളോട് അറിയിച്ചത്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. ആ മഹിമ കണ്ടതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചാൽ മതി കേട്ടോ. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുത്താൽ മതി. കൊലോസ്യർ 2:8-10 വരെ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. അതിൻ്റെ 8 മുതൽ നമുക്ക് അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരുമായി വസിക്കുന്നത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഈ തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണ് തൃത്വവും ത്രിയേകവും എന്നുള്ള ഉപദേശം. ഞങ്ങൾ തെളിവ് തരാം. ഞങ്ങൾ തെളിവ് തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ JCNDST എന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾക്ക് അത് വായിക്കാം, പഠിക്കാം, ചിന്തിക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്താം. ഞങ്ങളുടെ ലൈവിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തിയാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തന്നാൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യും. മാന്യമായ രീതിയിൽ സംസാരിക്കും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. ഒരാളെയോ 2 പേരെയോ ഇനി എത്ര പേരെ വേണമെങ്കിലും. നിങ്ങൾ വേദപണ്ഡിതന്മാരെന്ന് നിങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്ന ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് മാത്രമേ തെളിവുകൾ തരികയുള്ളൂ. ഞങ്ങൾ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളതാണ്. ദൈവത്തെ തെളിയിക്കുവാൻ റബ്ബർക്കായോ തേങ്ങയുടെ കണ്ണോ അടുപ്പ് കല്ലോ സൂര്യനോ ചന്ദ്രനോ
അല്ലെങ്കിൽ കടലിലെ വെള്ളമോ ഒന്നും ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതിന് 3 ഘടകങ്ങളില്ലേ, സൂര്യനിൽ 3 പ്രകാശമുണ്ട്, ചൂടുണ്ട്, വെളിച്ചമുണ്ട്. അതുപോലെയാണ് ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ എടുത്ത് അതിനോട് തുല്യനാണ് ദൈവമെന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ചെയ്യില്ല. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? ഏതിനോട് ഉപമിച്ച് സദൃശ്യമാക്കും? സദൃശ്യമാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ദൈവത്തെ പഠിക്കാൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ, ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അറിയാനായിട്ട് ദൈവത്തിൻ്റെ പ്രമാണം, ദൈവവചനം മാത്രം നോക്കുക. മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റു പല ഉദാഹരണങ്ങൾ എടുക്കാം. ദൈവത്തെ പഠിപ്പിക്കുവാൻ, ദൈവം ഇങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് ഈ ലോകത്തിൽ എന്താണ് എടുത്തു തരാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ, അവൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യനെ എടുക്കണം. അവനിൽ 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. എന്നാൽ അത് 3 വ്യക്തികളല്ല, ഒരു വ്യക്തിയിലുള്ള 3 ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരാം. 1 യോഹന്നാൻ 4 ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. കേട്ടോ, ദൈവത്തെ അറിയുന്നവർ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കാത്തവർ ദൈവത്തെ അറിയുന്നവരല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കാതെ അതിര് കടന്നു പോയിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാപട്യം മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്ന് അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വാക്ക് കേൾക്കുന്നവരാരോ അവരാണ് ദൈവത്തിൽ നിന്നുള്ളവർ. ദൈവത്തിൽ നിന്ന് അല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. പിന്നെ എടുത്തു പറയുക, സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ട് അനുസരിച്ച് ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ച് ജീവിക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ളവർ. അപ്പോസ്തലന്മാരുടെ വാക്കിനെതിരെ അത് ദുരുപദേശമാണ്, പരിശുദ്ധാത്മാവിലല്ല, അവർ വ്യാജം കാണിച്ചതാണ്, വ്യാജം നടത്തിയതാണെന്ന് പഠിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും വഞ്ചനയുടെ ആത്മാവിൽ കുടുങ്ങിക്കിടക്കുക. അതവൻ വഞ്ചനയുടെ ആത്മാവിലാണെന്ന് അവന് മനസ്സിലാകുകയില്ല. ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവന് വെള്ളത്തിന്റെ ഭാരം അറിയാമോ? അവനൊരു 2 മീറ്റർ അടിയിൽ മുങ്ങിയെന്ന് വെച്ചു, അവൻ്റെ ആ ആകൃതിയിൽ അല്ലെങ്കിൽ അവൻ്റെ വലിപ്പം അനുസരിച്ച് അവൻ്റെ മുകളിൽ ഇരിക്കുന്ന വെള്ളമെല്ലാം കൂടെ ഈ 2 മീറ്റർ ഉയരത്തിലുള്ള അവൻ്റെ മുകളിൽ കിടക്കുന്ന ഈ വെള്ളമെല്ലാം കൂടി ഒരു പാത്രത്തിനകത്ത് അവൻ്റെ തലയെ വെച്ചാൽ അവനത് എടുക്കുകയില്ല, എടുക്കാൻ പറ്റുകയില്ല. അത്രമാത്രം വെയിറ്റ് ഉണ്ടാകും. അപ്പം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് മുങ്ങിക്കിടക്കുന്നവൻ അതിൻ്റെ വെയിറ്റ് അറിയത്തില്ല. ഈ വഞ്ചനയിൽ തൃത്വം എന്ന AD 325 കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു കൊലപാതകനും ചതിയനും വഞ്ചകനും ക്രിസ്തീയ മാർഗത്തെ ദുഷിച്ചവനായ അവൻ കൊണ്ടുവന്ന ഈ തൃത്വോപദേശത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരുവനും യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നില്ല. അവരതിര് കടന്നവരാ. ഈ അതിര് കടക്കുന്ന, അതാ ഞാൻ പറയുന്നത്, അവർ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലല്ല, പിന്നെ എവിടെയാണ്? ബാബിലോണിയ ഉപദേശം എന്ന ആ കുഴഞ്ഞ ചേറി മുങ്ങിക്കിടന്നുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുന്നത്. ഒരു ചാണകക്കുഴിയിൽ ഇറങ്ങി നിന്ന് അറ്റത്തോളം ചാണകത്തിനകത്ത് നിൽക്കുകയാണ്. അതിനകത്ത് നിന്നുകൊണ്ട് ശരീരത്തെല്ലാം സോപ്പിട്ട് കുളിച്ചിട്ട് അവൻ്റെ വൃത്തിയാകുമോ? അവൻ അതിൽ നിന്ന് കയറണം, ആ അശുദ്ധിയിൽ നിന്ന് കയറണം, ആ ദുഷിച്ച ചെടിയിൽ നിന്ന് കയറിയിട്ട് അവൻ കുളിക്കണം. കുളിച്ചിട്ട് വചനം നോക്കണം. അതുകൊണ്ടാണ് ഈ തൃത്തക്കാർക്ക് ഈ വചനത്തെക്കുറിച്ച് വലിയ അറിവ്. അവർ പറയുന്നതെല്ലാം അബദ്ധങ്ങളാണ്. ഇന്ന് രാവിലെയും ഒരു സ്നേഹിതൻ എന്നോട് ഈ വിഷയം ചോദിച്ചു. ഒരു ക്ലിപ്പിലൂടെയാണ്, നമ്മുടെ JCNDSD ഡിസ്കഷൻ ഗ്രൂപ്പിലൂടെ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും, ഇത് പലപ്പോഴും ഞങ്ങളുടെ ദൈവദാസന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നവരോട് പറയുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരായതുകൊണ്ട് പറയുകയാണ്.
ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ഉള്ളവർ യേശു നാമക്കാരാണെന്നും അവരെ വീട്ടിൽ കൈക്കൊണ്ടാൽ അവരുടെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയാകും. അതാണ് ഇവരുടെ വാദം. അതാണ് ഇന്ന് എന്നോട് ചോദിച്ചത്. അതിന് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിൽ മറുപടി കൊടുത്തെങ്കിലും ഇനി മറ്റുള്ളവർക്കും ഇത് പ്രയോജനമാകട്ടെ എന്ന് ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു ലൈവിൽ ഞാൻ കടന്നു വരുവാനിടയായി തീർന്നത്. അപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്നവർ തൃത്തക്കാരാണ്. അവർക്ക് ഈ ഉപദേശത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല. അവർക്ക് ബാബിലോണിലെ ആശുദ്ധി വേണം. അതും കൊണ്ട് താങ്ങി യേശുവിനെ നിർത്താൻ അവർ പരിശ്രമിക്കുന്നത്. ഒരു അശുദ്ധിയിൽ താങ്ങി യേശുവിനെ പ്രസംഗിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റൊരു അശുദ്ധിയും വേണ്ട, ബാബിലോണിലെ അശുദ്ധിയും വേണ്ട. ബാബിലോണിൽ നിന്ന് പെർഗമോസ് വഴി റോമിൽ വന്ന് റോമിൽ നിന്ന് പെന്തക്കോസുകാരുടെ പോക്കറ്റിൽ കിട്ടിയിരിക്കുന്ന ഈ തൃത്വം എന്ന് പറയുന്ന അശുദ്ധി ഞങ്ങൾക്ക് വേണ്ട. ആ അശുദ്ധിയിൽ താങ്ങി യേശുവിനെ നിർത്താൻ യേശു അങ്ങനെ നിൽക്കുകയില്ല. അങ്ങനെ നിർത്താൻ ഞങ്ങൾ വൃഥാ കിടന്ന് കുഴയുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. കഴിവതും ആ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച വിശുദ്ധിക്കനുസരിച്ച് നിൽക്കുവാൻ വളരെ പരിശ്രമിച്ചുകൊണ്ട്, അതാണ് ഞങ്ങൾ വളരെ തീവ്രമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട്, ഇത് നിത്യതയുമായിട്ട് വലിയ ബന്ധമുള്ളതുകൊണ്ട്, നമ്മുടെ ഭാവിയെ വരെ ഈ വചനം വെച്ചുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത്. നമ്മുടെ ഭാവിയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങളത് ഗൗരവത്തോടെ എടുക്കുന്നു. അത് വെറും തമാശയായിട്ട് കാണുന്നില്ല. അപ്പോൾ അപ്പോസ്തലന്മാരും അതാ പറയുന്നത്. ഞങ്ങൾ കെട്ടുകഥകളും കിഴവിക്കഥകളും ഒന്നുമല്ല പറയുന്നത്, നിർമ്മിത കഥകളെയല്ല. ക്രിസ്തുവിൻ്റെ വചനം ഞങ്ങൾ കേട്ടു, അനുസരിച്ചു, അത് നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചു, അത് ഞങ്ങളോട് പറയുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു, അവനെ തൊട്ടു, അവനെ കണ്ടു, ഞങ്ങളുടെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടു, അവനിൽ നിന്ന് ഞങ്ങൾ കേട്ടു, അത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപദേശത്തിൽ നിൽക്കണമെന്നാണ് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കലുണ്ടായിരുന്നു. യേശുവിൽ നിന്ന് പഠിച്ചവർ പണ്ട് പറഞ്ഞില്ലേ ഒരു കൂട്ടം ആൾക്കാർ, ഇവർക്ക് എവിടെ കിട്ടി ഈ ഗലീലക്കാരായ ഇവർക്ക്, മീൻപിടുത്തക്കാരായ ഇവർക്ക് എവിടെ കിട്ടി ഈ ജ്ഞാനം? ഉടനെ അവരടുത്ത ഭാഗത്ത് പറയുന്നു അവർ യേശുവിനോട് കൂടെയുള്ളവരായിരുന്നു. അപ്പോൾ യേശുവിനോട് കൂടെ നടന്നാൽ മതി. ദൈവിക ജ്ഞാനവും ബുദ്ധിയും എങ്ങനെ നമ്മൾ ഇടപെടണം, മറ്റുള്ളവർ ഇടപെടണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ഇടപെടണം, എങ്ങനെ മറ്റ് വ്യക്തികളോട് ഇടപെടണം, എങ്ങനെ രാജ്യത്തിലെ നേതാക്കന്മാരോട് ഇടപെടണം, എങ്ങനെ മറ്റു സമൂഹത്തോട് ഇടപെടണം, ഇതെല്ലാം പഠിപ്പിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ ചില നിയമങ്ങൾക്ക് കൂട്ടു നിൽക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മര്യാദയ്ക്ക് നടക്കണം. ഈ ബൈബിൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിയമം വനം കൊള്ളയ്ക്കോ കള്ളക്കച്ചവടത്തിനോ തട്ടിപ്പിനോ വെട്ടിപ്പിനോ മറ്റുള്ളവനെ വഞ്ചിക്കാനോ വ്യഭിചാരത്തിനോ ദുർമാർഗത്തിനോ ഒന്നും പോകുന്നില്ല. വനം കൊള്ളയ്ക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഇവിടുത്തെ വാഹനങ്ങളൊന്നും അടിച്ചു പൊളിക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസിൽ സമരവുമായിട്ട് ചെന്ന് അടിച്ചു പൊളിച്ചാൽ തകർത്ത് കളയുന്നില്ല. ഞങ്ങൾ ആർക്കുമെതിരെ കരികൊടി കാണിക്കാനായിട്ട് ഇറങ്ങുന്നുമില്ല. ഈ ലോകം ഇങ്ങനെയൊക്കെ പോവുള്ളൂ. ഇവിടെ ആരെ കൊണ്ടും നല്ല രീതിയിൽ നല്ല ഒരു ഭരണം നടത്താൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ്. അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന നന്മ, അവരിലൊക്കെ ചെറിയ നന്മയുണ്ട്, കൂടുതലും തിന്മയാണ്. ആ തിന്മ കാണുന്നു, അതിന് ഞങ്ങൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ സംഭവിക്കുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരോട് വൈരാഗ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർക്കുള്ള കുറച്ച് നന്മ ചെയ്യുന്നു, അവർ ചെയ്തിട്ട് പോകുന്നു. അടുത്തയാളും വരുന്നു, അവരും കുറച്ച് നന്മ ചെയ്യുന്നു, കുറച്ച് തിന്മ ചെയ്യുന്നു, അവരും പോകുന്നു. അടുത്തയാൾ വരുന്നു, അവരും ചെയ്യുന്നു. ചിലർക്ക് നന്മ കൂടുതലുണ്ട്, ചിലർക്ക് തിന്മയാണ് കൂടുതൽ. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് ഏതൊന്നും വഞ്ചനയുടെ ആത്മാവ് ഏതൊന്നും ഇതിനാൽ അറിയാം. 2 കൊരിന്ത്യർ 4:3 വായിക്കുമ്പോൾ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും അറിഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം മറഞ്ഞിരിക്കുന്നു എങ്കിൽ സ്നേഹിത നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നശിച്ചു പോകുന്നവർക്ക് ഇത് മനസ്സിലാകില്ല. നിങ്ങൾ നാശത്തിൻ്റെ വക്കിലാണോ നിൽക്കുന്നത് എങ്കിൽ പെട്ടെന്ന് പിന്മാറണം. അപ്പോസ്തലന്മാരുടെ ഉപദേശമല്ല നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ,
സംഘടന പഠിപ്പിച്ച ചില നിയമങ്ങളുണ്ട്. എല്ലാ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിൽ പലതും വചനത്തിലുള്ളതായിരിക്കുകയില്ല, വചനത്തിൽ വിരുദ്ധമായിരിക്കും. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ ഇലക്ഷനുകളും ഇന്നത്തുള്ള പല പരിപാടികളുമൊക്കെ. അവിടെയുള്ള ഈ ഭയങ്കര തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഏറ്റുമുട്ടലും എല്ലാം കാണുന്നത് ലോകത്തിൽ നിന്നുള്ളതാണ്, ബൈബിളിൽ നിന്നുള്ളതല്ല. ബൈബിളിൽ നമുക്കറിയാം, മത്യാസിനെ തിരഞ്ഞെടുത്ത് വോട്ടിട്ടല്ല, ചീട്ടിട്ടാണ് തിരഞ്ഞെടുത്തത്. ചീട്ടിട്ടാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും, ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു എന്നൊക്കെ ബൈബിളിൽ വാക്യമുണ്ട്. വോട്ടിടുക എന്നുള്ളത് തമ്മിൽ മത്സരമാണ്. ആ വോട്ടിൻ്റെ പേരിൽ അവരെ കാണുന്നത്. അതിനുവേണ്ടി വാശിയേറിയ മത്സരങ്ങൾ നടക്കുക. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കാൻ നേരത്തെ എന്താ ചെയ്തത്? അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽപ്പെട്ട ഉപദേശമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. മറ്റുള്ളവരൊന്നും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അല്ല നിൽക്കുന്നത്. ഈ വോട്ടിന് വേണ്ടിയുള്ള മത്സരവും വാശിയും തരികിട പരിപാടികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ അറിയാം, ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്, ഞാനും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അതൊന്നും അപ്പോസ്തോലികമല്ല, അതെല്ലാം ബാബിലോണിയമാണ്. നമുക്കിന്ന് അറിയാം, നമ്മുടെ അനേക ഭക്തന്മാർ എന്ന് അഭിമാനിക്കുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻ സീസണിൽ നടക്കുന്ന അവരുടെ വാശിയും വൈരാഗ്യമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് അപ്പോസ്തോലികമല്ല, ബാബിലോണിയമാണ്. യോനയ്ക്ക് ചീട്ടിട്ടു. അവിടെ കപ്പലിൽ ചീട്ട് യോനയ്ക്ക് തന്നെ വീണു. ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നുവെന്നാണ് ബൈബിളിൽ വാക്യം. മത്യാസിനെ ചീട്ടെടുത്ത കർത്താവ് ഇവരിൽ ആരെയാണ് നമുക്ക് യോഗ്യമെന്ന് 1, 2, 3 പേരെ അല്ലെങ്കിൽ 4, 5 പേരെ നിർത്തിയതിനു ശേഷം ചീട്ടെടുപ്പിക്കുക, പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇവരിൽ ആരെയാണ് നീ തിരഞ്ഞെടുത്തത്? ആ ചീട്ട് ആർക്ക് വീഴുന്നുവോ അവരെ അംഗീകരിച്ചോണം. അവര് ദൈവത്താൽ നിയമിതമാണെന്ന് വിശ്വസിക്കുകയും അവർ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ മാറ്റണം, വീണ്ടും അതുപോലെ ചീട്ടിടണം. ഓട്ടെന്നുള്ളത് ദൈവികമല്ല, അപ്പോസ്തോലികമല്ല. അപ്പോസ്തലന്മാരത് പഠിപ്പിച്ചിട്ടുമില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടിയതാ? ജാതീയം, ബാബിലോണിയം. ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളുടെയൊക്കെ കൂടി ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അവർ പരിശുദ്ധാത്മാവിന് വ്യാജം കാണിച്ചു എന്ന് പണ്ടൊരു അമേരിക്കക്കാരൻ എന്നോട് വാദിച്ചതാണ്. അപ്പോസ്തലന്മാർ വ്യാജം കാണിച്ചു. അതിന് പറയുന്ന വാക്കെന്തുവാ? യേശുവിനെ പത്രോസ് തള്ളി പറഞ്ഞില്ലേ? അതേത് ആത്മാവിലാ? യേശു പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചില്ലേ? അപ്പോൾ പത്രോസ് സാത്താനല്ലേ? പുള്ളി വാദിച്ചതാ. ഇവിടെ മറ്റ് പെന്തക്കോസ്തുകാരൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പത്രോസിനെ സാത്താൻ എന്ന് വിശ്വസിക്കുകയും പത്രോസിലുള്ള ദുരാത്മാവാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ മാന്യ വ്യക്തി മറന്നുപോയി സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചത് പത്രോസിൻ്റെ കയ്യിലാണ്. ദൈവം കർത്താവ് അത്ര ഭോഷനാണ്? ഒരുവൻ ഭ്രാന്തനാണെന്ന് അറിഞ്ഞിട്ട് ആ ഭ്രാന്തന്റെ കൈ കൊണ്ട് താക്കോലും എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കൊടുത്തവനാരാ? അവന് സുബോധമുണ്ടോ? അപ്പൊ പത്രോസിന് അബദ്ധം പറ്റി പത്രോസ് വഞ്ചകനാണ്, സാത്താനാണെന്ന് പഠിപ്പിക്കുമ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്ത യേശുവിൽ സാത്താനാണെന്ന് വരുത്തി തീർക്കുന്ന നിരീശ്വരവാദിയേക്കാൾ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളെക്കാൾ അധപ്പതിച്ച ഒരു ദുരാത്മാവാണ് അങ്ങനെയുള്ളവരുള്ളത്. അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നവർ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി മാത്രം യേശുവിൻ്റെ നാമം പറഞ്ഞ് അത്ഭുതങ്ങൾ പല വിധത്തിൽ മന്ത്രത്തിലും തന്ത്രത്തിലും കൂടി അത്ഭുതങ്ങൾ നടത്തി മുൻപോട്ട് പോകുന്നവരാ. അവർ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചെന്നും അവർ പ്രചരിപ്പിക്കുക. ആരാണ് അപ്പോസ്തലന്മാരെ നിയമിച്ചത്? അപ്പം നിയമിച്ചത് ഞാനൊരു സുബോധമില്ലാത്ത ഒരു ദുർമാർഗിയെ ചർച്ചിൽ എന്തെങ്കിലും ഒരു പ്രധാന കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ സുബോധമില്ലാത്തവനാ, വിവരമില്ലാത്ത ഭാഷ, വിവരമില്ലാത്ത മറ്റൊരുവനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏൽപ്പിച്ച വ്യക്തിയെയാണ് നമ്മൾ പറയേണ്ടത്. ചില പറയത്തില്ലേ അത് നിന്റെ കുഴപ്പമല്ല, അതിൻ്റെ അപ്പൻ്റെ കുഴപ്പമാണെന്ന് പറയത്തില്ലേ?
അങ്ങനെ സാധാരണ നമ്മുടെ നാട്ടുപുറകിൽ പറയാറുണ്ട്. അതൊന്നും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ ജനിപ്പിച്ച തന്തയെ പറഞ്ഞാൽ മതി. ഇങ്ങനെ തന്തയ്ക്ക് പറയിപ്പിക്കുന്ന കുറച്ചെണ്ണമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ആരാണ്. മർക്കോസ് 3:13 വായിക്കുകയാണ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. കർത്താവിന് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. അവർ തൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പൊ ഈ 12 ആരാ വിളിച്ചത്? കർത്താവായ യേശു ക്രിസ്തു, സർവജ്ഞാനിയായ ദൈവം, സകലതും അറിയാവുന്ന ഇന്നിവരെങ്ങനെയാണ്, നാളെ ഇവരെന്തായി തീരും, എനിക്ക് വേണ്ടി എൻ്റെ നാമത്തിന് വേണ്ടി അവരെങ്ങനെ നിൽക്കും എന്ന് സുബോധമുള്ള, അല്ലെങ്കിൽ സുബോധം എന്നുള്ള വാക്ക് ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആ സർവജ്ഞാനിയായ ദൈവം തിരഞ്ഞെടുത്തവരാണ് അപ്പോസ്തലന്മാർ. അവർ നാളെ എന്ത് ചെയ്യുമെന്ന് അറിയാം. നമുക്കറിയാം, പീരുവായി മുന്തിരിച്ചക്കിൻ്റെ അടുക്ക വെച്ച് ഗോതമ്പ് മെതിക്കുന്ന ഒരുവനെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പരാക്രമശാലി എന്ന് വിളിച്ചു. ശത്രുവിനെ പേടിച്ചു നിന്ന് ഭയപ്പെട്ടു നിന്ന് മുന്തിരിച്ചക്കിൻ്റെ അവിടെ ഗോതമ്പ് മെതിക്കുന്നവനെ പരാക്രമശാലി എന്ന് വിളിച്ചപ്പോൾ തനിക്ക് അതിശയമായി. താനെങ്ങനെ പരാക്രമശാലി? ആ സമയത്ത് അവൻ ഭീരുവ. പക്ഷെ നാളെ അവൻ ആരായി തീരുമെന്ന് അറിയാവുന്ന ദൈവം അവനെ വിളിച്ച പേരാണ്. ഒരു സമയത്ത് തൻ്റെ ബലഹീനതയിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പത്രോസിനെ നോക്കി പറഞ്ഞത് ശരിയാണ്. ആ നിമിഷത്തിൽ സാത്താൻ തന്നെ വിട്ടുപോയി. യേശു വിട്ടുപോകാൻ പറഞ്ഞിട്ടും വിട്ടുപോകാത്ത ഒന്ന് ഈ ലോകത്തിലില്ല. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനോടല്ല പറഞ്ഞത്, പത്രോസിൽ പ്രവർത്തിക്കുന്ന സാത്താനിക ആ ചിന്തയെ ശാസിച്ചു. ആ നിമിഷം പത്രോസിൽ നിന്ന് ആ സാത്താൻ വിട്ടുപോയി. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത്, പത്രോസേ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഇവിടെ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഇവിടെ അഴിക്കുന്ന സ്വർഗത്ത് കഴിഞ്ഞിരിക്കും. ഉണ്ടോ? താക്കോല് കൊടുത്തത് കർത്താവ്. പത്രോസിന് അബദ്ധം പറ്റി, പത്രോസി ദുരാത്മാവാണെങ്കിൽ ദുരാത്മാവ് പിടിച്ചവന് താക്കോല് കൊടുത്തു എന്ന് പഠിപ്പിക്കുന്ന ചില ദുരാത്മാക്കൾ ബാധിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചകന്മാർ ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് കേട്ടോ. ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരിലും ഉണ്ട്. ഞാനത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. പെന്തക്കോസ്തുകാരെ പറയുന്നുവെങ്കിൽ പെന്തക്കോസ്തുകാരെ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവം കണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്ത ജീവിതം, വിശുദ്ധ ജീവിതം, പണം നോക്കാതെ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഇറങ്ങാതെ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന അനവധി പെന്തക്കോസ്തുകാരെ ഞാൻ കാണിച്ചു തരാം എൻ്റെ നോട്ടത്തിൽ. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ കുറച്ച് പേരൊക്കെ കാണുമെങ്കിൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ എത്ര ആയിരങ്ങൾ കാണും? അപ്പോൾ പെന്തക്കോസ്തുകാരെ മൊത്തം പറയുന്നതല്ല. ഇതിനിടയ്ക്ക് ചില കപടതയുള്ള വഞ്ചകന്മാര് കയറിയിട്ടുണ്ട്. അത് അവർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചിലരൊക്കെ അത് വെളിപ്പെടുത്തും, തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ഇറങ്ങിപ്പോകും. ചിലരൊക്കെ അവര് സ്വയമായിട്ട് നശിപ്പിക്കും, ആത്മഹത്യ ചെയ്യും. എത്ര പേരുണ്ടെന്നറിയാമോ? കർത്താവിനെ അറിഞ്ഞ് പണത്തിന് വേണ്ടി, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് അവസാനം ആത്മഹത്യ ചെയ്ത ദൈവദാസന്മാരെന്ന് പറയുന്ന അനേകരുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അതറിയാം. അങ്ങനെ നശിക്കാൻ വേണ്ടിയല്ല പ്രിയ സ്നേഹിത പെന്തക്കോസ്തുകാരാ പാസ്റ്ററെ ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ ദൈവസന്നിധിയിൽ അഹങ്കരിക്കാറൊന്നുമില്ല, താഴ്മ ധരിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോവുക. അപ്പോൾ പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. അവർ തൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും
ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പം 12 പേരെ നിയമിച്ച ആരാണെന്ന് മനസ്സിലായല്ലോ. ആരാ? കർത്താവ് നിയമിച്ചതാണ്. അവരെ കുറ്റം വിധിക്കാനൊന്നും നമുക്ക് അവകാശമില്ലെന്നേ, ഇല്ലെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. മത്തായി 16:19 വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. റോമർ 8:33 വായിക്കുമ്പോൾ 8:33 ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ കുറ്റം വിധിക്കാൻ ഇവിടുത്തെ ബന്ധക്കോസുകാർക്കോ ഇവിടുത്തെ ബന്ധക്കോസ് നേതാക്കന്മാർക്കോ ആർക്കും അവകാശമില്ല. നീ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വഞ്ചനയുടെ ആത്മാവാണ്. അത് പിശാചിൻ്റെ ആത്മാവാണ്. നീ നിന്നെ തന്നെ പരിശോധിച്ചില്ലെങ്കിൽ ആ പിശാച് നിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊണ്ടുപോകും. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന അറിയാമല്ലോ. സാത്താൻ എവിടേക്കാണ് പോകുന്നത്? അവൻ്റെ സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഈ ബന്ധക്കോസുകാരുടെ ഈ മാനസാന്തരം, കള്ള മാനസാന്തരം തന്ന് വിട്ടതാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ ബന്ധക്കോസുകാരുടെ. ബന്ധക്കോസുകാരെന്ന് പറയുമ്പോൾ യേശു നാമക്കാരെ കടം ഉൾപ്പെടുത്തിയേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് പണക്കമൊന്നുമില്ല. ഇതിൻ്റെ ഇടകളിൽ ഒത്തിരി കള്ള നാണയങ്ങളുണ്ടെന്നേ. കള്ള മാനസാന്തരം കൊടുത്ത് കൊണ്ടുവരും. വളരെ ഭവ്യതയോടെ, വളരെ മാനസികമായി, വളരെയധികം എല്ലാവരുമായിട്ട് ചേർന്നും യോജിച്ചും ഒത്തിരി പൈസയും മുടക്കും, ഒത്തിരി പല കാര്യങ്ങൾ ചെയ്യും. ഒത്തിരി 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 ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാം. പല കാര്യങ്ങൾക്കെല്ലാം ഓടിച്ചാടി മറിഞ്ഞ്. എനിക്കറിയാൻ പറ്റും, കോട്ടയം ആ ഊട്ടി ലോഡ്ജിൻ്റെ അടുത്ത് ഇപ്പോഴും അവിടെ ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ ഒരു പെട്ടിക്കകത്ത് നിറച്ച് ആയിരക്കണക്കിന് ട്രാക്ടർ കരഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ, ആ മനുഷ്യനൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ആവേശത്തോടെ എല്ലാ വണ്ടിയിലും കയറി, ബസ്സിലും കയറി അവിടെ കരഞ്ഞുകൊണ്ട് ഈ ട്രാക്ടർ എല്ലാവർക്കും വിതരണം ചെയ്തു. കരഞ്ഞാൽ ഭയങ്കര ഒരു ഭാരം കാണിച്ചു. അതിനെക്കുറിച്ച് അതിൻ്റെ പിറ്റേ ദിവസമുള്ള മാസികത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു. പിറ്റേ ആഴ്ച കേട്ടു അദ്ദേഹം കുടിയനായിട്ട് മദ്യവെച്ച് ഷാപ്പിൽ ബഹളമുണ്ടാക്കി കുടിച്ച് മറിഞ്ഞതായിട്ട് അദ്ദേഹം വിശ്വാസം വിട്ടുപോയി. അപ്പോൾ ആദ്യം കാണുന്ന ഈ ഇളക്കപ്പെരുപ്പ് ഒന്നുമല്ല ആരെയും വിശ്വാസം നിർത്തുന്നത്. ഈ സാത്താന് ഒരു പരിപാടിയുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒക്കെ ഇറങ്ങുമ്പോൾ, വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുമ്പോൾ, അവൻ നമ്മുടെ ഷർട്ടിന്, ഞാനൊരു ഉദാഹരണം പറയുന്നത് കേട്ടോ, നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കും. പല പല കാര്യങ്ങൾക്ക് പുറകോട്ട് പിടിച്ച് പല സാഹചര്യങ്ങളിലൂടെ, ചിലപ്പോൾ ഭർത്താവിലൂടെ, ഭാര്യയിലൂടെ, മക്കളിലൂടെ, അവരായിരിക്കുന്ന ഓഫീസിലൂടെ, അവരായിരിക്കുന്ന മേഖലയിലൂടെ. അന്ന് നല്ലൊരു പ്രവൃത്തി ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തടസ്സകരമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള വരികൾ ഇങ്ങനെ ഉണ്ടാകും. അതൊക്കെ അനുസരിക്കാതെ ചിലര് അതൊന്നും വകവയ്ക്കാതെ കർത്താവിൻ്റെ ലക്ഷ്യമാക്കി അവർ മുൻപോട്ടങ്ങ് പോവുക. പിന്നെ അങ്ങോട്ട് ആവേശവും അഹങ്കാരവും ഒക്കെ ആയി പിന്നെ അവർ നെകളിക്കും. കേട്ടോ, നിങ്ങളെക്കാൾ ഇവിടുത്തെ പാഷക്ക് എന്തറിയാവുന്നേ? പാഷക്ക് എന്തറിയാം? പാഷക്ക് ഒരു ചുക്കും അറിയത്തില്ല, അത് മറ്റേയാളെ കണ്ടുപിടിക്കുക. ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ ആത്മാവ് വരും. ആ സമയത്ത് നിഗളത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ പിശാച് എന്ത് ചെയ്യും? ഇവനെ പുറകോട്ട് പിടിച്ചിട്ട് അവനെ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പിശാച് ഒരൊറ്റ തള്ളങ്ങ് തന്നു. അങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ ഒരൊറ്റ പോക്ക് പോകുന്നത് കാണാം. ഭയങ്കര പ്രവർത്തനം, ഭയങ്കര സുവിശേഷ പ്രവർത്തനം, ഭയങ്കര ഇതുമൊക്കെ ആയിട്ട് പോയി അവസാനം പോയി എവിടെങ്കിലും പോയി മുഞ്ഞുകുത്തും. പിശാചിൻ്റെ തള്ളിൽപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ അറിയാതിരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് നമുക്ക് മാതൃക കാണിച്ചത് എന്ന് നമ്മൾ കണ്ടറിയണം. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ എന്നാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരാ. ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ കുറ്റം പറയാതെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കർത്താവിൽ നിന്ന് കിട്ടിയതാ. ആ കർത്താവിൻ്റെ ഉപദേശം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ചിലത് ഒരു കൊടും വഞ്ചന. ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയുമ്പോൾ ഇവർ ഈ അപ്പോസ്തലന്മാർ നടത്തിയ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരവരുടെ ഭാഷയോട് പറയും. ഉടൻ തന്നെ ഭാഷക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ
ഒരു സ്നാനം നടന്ന തെളിവ് ഇവർക്ക് ആർക്കും എത്ര പരിശ്രമിച്ചാലും, അല്ലെങ്കിൽ അവർ കുറച്ച് പേജ് വലിച്ചു കീറിയിട്ട് വേറെ കുറച്ച് പേജ് അവർ തന്നെ എഴുതി കുത്തിക്കയറ്റണം. അല്ലാതെ വ്യാജമായിട്ടല്ലാതെ സത്യത്തിലൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ ഒരു സ്നാനം നടത്തിയ തെളിവ് ഈ പാസ്റ്റർമാർക്ക് ആർക്കും എടുത്തു തരാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെന്താ തന്ത്രം, പിശാചിന്റെ തന്ത്രം, വഞ്ചന എന്താ അവർ പറയുന്നറിയാവോ? അവർ പറയും, നിങ്ങൾ അവരോടൊന്നും തർക്കിക്കാനൊന്നും പോകണ്ട, നിങ്ങൾ യേശു പറഞ്ഞതാണോ അനുസരിക്കേണ്ടത് അതോ അപ്പോസ്തലന്മാർ പറഞ്ഞാണോ അനുസരിക്കേണ്ടത്? അപ്പോൾ പാവങ്ങൾ പറയും, യേശു പറഞ്ഞത് എന്നാ അങ്ങനെ അനുസരിച്ചാൽ മതി. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നല്ലേ, അതങ്ങനെ അനുസരിച്ചാൽ മതി. അപ്പൊ ഈ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് പക്ഷേ ആ നാമം ഏതാണെന്ന് ചോദിച്ചാലോ അവർക്ക് മറുപടിയൊന്നുമില്ല. അപ്പൊ ഇത് കൊടും വഞ്ചനയാണ്. ഇങ്ങനെ വഞ്ചിച്ചുള്ള അനേക പാസ്റ്റർമാര് ഇവിടെ വിട്ട് കടന്നു പോയിട്ടുണ്ട്. അവർ ജനങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് അവർ കടന്നുപോയവരാ. ഇവരൊക്കെ കർത്താവിന്റെ മണവാട്ടിയാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒരു നാണമാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഉദാഹരണം, നാം ഒരു ഗവൺമെന്റിനെ അനുസരിച്ച്, ഗവൺമെന്റ് പറയുന്ന നിയമം അനുസരിച്ച് പോകുന്നവരാണ്. ഒരു വാഹനം ഓടിക്കണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ സമൂഹത്തിൽ ഒക്കെ നമ്മൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നുള്ള നിയമങ്ങളുണ്ട്. കൊറോണ വന്നപ്പോൾ നമുക്കറിയാം, ഇത്ര ദിവസത്തെ നിങ്ങൾ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങണ്ട, അങ്ങനെ ആഹാരം അവരുടെ വീടുകളിലൊക്കെ ആഹാരം കൊണ്ട് കൊടുത്ത ഗവൺമെന്റ് സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും മാസ്ക് വയ്ക്കണം. എവിടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് SIയോടോ സർക്കിളിനോടോ ഒരു ലെറ്റർ മേടിച്ചുകൊണ്ട് ഒരു മരണം സംഭവിച്ചാൽ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന സമയത്ത് മടങ്ങി വരും എന്നൊക്കെയുള്ള ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വേണം പോകാൻ. അതൊക്കെ നിയമമായിരുന്നു. ഇതൊക്കെ ആര് കൊണ്ടുവന്ന? നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ്. ഒരാളങ്ങ് പറയുക, അല്ലെങ്കിൽ ഇവിടുത്തെ തൃത്വപാഷന്മാർ പറയുക, കർത്താവ് പറയുന്ന അല്ലേ നമ്മൾ കേൾക്കേണ്ട, അപ്പോസ്തലന്മാർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന തൃത്വപാഷന്മാരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ഗവൺമെന്റിന്റെ നിയമങ്ങൾ എങ്ങനെ അനുസരിക്കുന്നത്? ഇങ്ങനെയുള്ള നിയമം പോലീസുകാരോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ളവരുമൊക്കെ അധികാരികളൊക്കെ വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ, നിങ്ങളൊന്നും ഞങ്ങളോട് പറയണ്ട, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ ഗവൺമെന്റ് പറയുന്നത് അനുസരിക്കുകയുള്ളൂ, നിങ്ങളുടെ കൽപ്പന ഞങ്ങൾ അനുസരിക്കുകയില്ല, നിങ്ങളുടെ പടി പോയി നോക്ക്, നിങ്ങൾ വ്യാജം പറയുക എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കും? അടിമേടിക്കും. സംശയമുണ്ടോ? പോലീസിന്റെ അടിമേടിക്കും. അന്ന് ഇവിടെ ഗവൺമെന്റ് നിയമം പാസ്സാക്കിയ നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അതനുസരിക്കാത്തവൻ അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവിന്റെ നിയമം, അവൻ നിയമം പാസ്സാക്കും, അതനുസരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ആരോട് ആ കൽപ്പന പുറപ്പെടുവിച്ചുവോ അത് പ്രാബല്യത്തിൽ വരുത്തേണ്ടത്, നടപ്പാക്കേണ്ടത് അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് മുൻപോട്ട് പോകണമെന്ന് പറയുന്നത്. ഇതനുസരിക്കാൻ പറ്റില്ലെങ്കിൽ സ്നേഹിത, നിന്നിൽ ഭരിക്കുന്ന വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്ന് നോക്കൂ. നിനക്ക് ബാബിലോൺ എന്ന് പറയുന്ന ആ അശുദ്ധിയുടെ ആ ചേറിനകത്തുനിന്ന് കൊണ്ടുവന്ന തൃത്വം നിനക്ക് താലോലിച്ച് ഉമ്മ കൊടുത്ത തോളിൽ വെച്ചുകൊണ്ട് നടക്കാം. കർത്താവ് ഏൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞാൽ ആ നാമം നീ സ്നാനത്തിൽ ഉപയോഗിക്കാതെ ഈ അക്ഷരം പറഞ്ഞ് മാത്രം മുക്കി, അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നുള്ള വചനത്തിന്റെ വെളിച്ചത്തിൽ നീ അനേകരെ കൊന്നുകൊണ്ടിരിക്കുക. നിനക്കതെന്ന് മനസ്സിലാക്കാൻ കഴിയും? ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എബ്രായർ 2:3-4 വാക്യം, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ
അപ്പൊ കർത്താവ് പറഞ്ഞു തുടങ്ങി, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അതാരാ കേട്ടവര്? അപ്പോസ്തലന്മാര്. അതുകൊണ്ടല്ലേ വെളിപ്പാട് പുസ്തകം 21:14 നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെയും 12 പേരുമുണ്ട്. അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റി, അവരിൽ ദുരാത്മാവായിരുന്നു, അവർ ദൈവത്തോട് മത്സരിച്ചവരാണ് എന്ന് പഠിപ്പിക്കുന്ന വഞ്ചന നിറഞ്ഞവരോട് മാത്രം ഞാൻ പറയട്ടെ, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ദൈവമുള്ളവരല്ല. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറയാതെ നിങ്ങൾക്ക് എങ്ങനെ ദൈവമക്കളാകാൻ കഴിയും? അപ്പോൾ ഇവിടുത്തെ നിരീശ്വരവാദികളെക്കാൾ അധപ്പതിച്ച ഒരു കൂട്ടമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാതെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾക്ക് ദൈവമില്ല. നിങ്ങൾ നിരീശ്വരവാദികളെക്കാൾ അധപ്പതിച്ചവരാണ്. അപ്പോസ്തലന്മാരുടെ പേരുകൾ 12 അടിസ്ഥാന കല്ലിന്മേൽ കൊത്തിയെങ്കിൽ ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് വേണ്ടി ജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിന്ന്, ക്രിസ്തുവിന്റെ ഉപദേശത്തിന് വേണ്ടി നിന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞവർ അവനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. നിങ്ങൾക്കും അങ്ങനെ ഒരു അവസരം സ്വർഗത്തിലെ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ JCNDSD നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നിങ്ങൾക്കുള്ള സന്ദേശങ്ങൾ ദൈവദാസന്മാർ നൽകുന്നുണ്ട്. ലൈവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്കുള്ള അവസരങ്ങൾ നൽകുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.